കർക്കിടകം രാശിയിലേക്ക് വരുന്ന വ്യാഴം പരിപൂർണമായ ബലത്തോടു കൂടിയാണ് വരുന്നത്. അപ്പോൾ ഇരിക്കുന്നിടത്തിനും അതുപോലെ തന്നെ അതിൻ്റെ ദൃഷ്ടി പതിയുന്ന ഇടങ്ങളിലും വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യാൻ കഴിയും. അതായത് 100% പവറിൽ വരുന്ന ഒരാളിന് അതിൻ്റേതായ പവർ തന്നെ അയാൾ നോക്കുന്നിടത്തും കിട്ടുമെന്നുള്ളതാണ് വാസ്തവം. ഇപ്പം മിഥുനം രാശിക്ക് പാതകാധിപതിയായിട്ട് ഇരുന്ന ഒരു നിലയിലാണെങ്കിൽ ഇനി പൂർവാധികം ബലമുള്ള വ്യാഴത്തെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുക. അതിൻ്റെ ഫലം എന്തായാലും നിങ്ങൾക്ക് വരും. അപ്പോൾ അങ്ങനെയെങ്കിൽ മേടം രാശിക്കാർക്ക് ഏത് വിധത്തിലുള്ള ഫലത്തെ പ്രദാനം ചെയ്യുമെന്ന് നോക്കാം. മേടം രാശിക്കാർക്ക് വ്യാഴം 4-ാം ഭാവത്തിലാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് മേടം രാശിക്കാർക്ക് വലിയ രീതിയിലുള്ള ഒരു ഫലം, അതായത് പൂർണ്ണ ബലത്തോടു കൂടിയാണെങ്കിൽ ഈ രാശിക്കാർക്ക്, അതായത് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാർക്ക് ഒരല്പം ജാഗ്രതാപൂർവ്വം മുന്നിലേക്ക് പോകണം എന്നുള്ള ഒരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് നൽകുന്നത്. ശനി ഭഗവാന്റേതായ ഒരു ആധിക്യം കൂടി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലവുകളൊക്കെ ഒരല്പം കൂടി വരുന്ന ഒരു സാഹചര്യമായിരിക്കും. അതായത് നമുക്ക് ചിലവ് കൈക്ക് നിൽക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നെത്തും. അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിലേക്ക് ഒരു ചിലവുകളുടേതായ ഒരു കാര്യം വന്നിരുന്നാൽ തന്നെയും ജാഗ്രതാപൂർവ്വം കടങ്ങളൊക്കെ വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും ജാഗ്രതാപൂർവ്വം തന്നെയാണ് വേണ്ടതെന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ തന്നെ കോടതി കേസ് വഴക്കുകൾ, അത് സ്റ്റേഷൻ സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒക്കെ വന്നാൽ എടുത്ത് ചാട്ടം പാടുള്ളതല്ല എന്നും ഓർമ്മപ്പെടുത്തുന്നു. കാരണം അത് നിങ്ങൾക്ക് തന്നെ വിനയായി വരുന്ന ഒരു സാഹചര്യം, അതായത് എനിക്കെല്ലാം അറിയാം, ഞാനെല്ലാം ചെയ്യും, എനിക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നൊരു ചിന്താഗതി നിങ്ങളിലേക്ക് അവിടെ കൺവേർട്ട് ചെയ്യപ്പെടുകയും അത് നിങ്ങൾക്ക് തന്നെ വിനയായി വരുന്ന ഒരു സാഹചര്യം. ഇതിൽ അശ്വതി, ഭരണി എന്നീ നക്ഷത്രക്കാരാണ് ഒരല്പം ജാഗ്രത പുലർത്തുന്നത്. തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിലും ജാഗ്രതാപൂർവ്വം ഇടപെട്ട് സംഭാഷണങ്ങളിലൊക്കെ മിതത്വം പാലിച്ച് അനുകൂലമായ ഭാവത്തെ കൊണ്ടുവരേണ്ടത് നിങ്ങളുടേതായ ഉത്തരവാദിത്വമാണ്. അതായത് ഒരു 10-ാം മാസം വരെ നിങ്ങൾ വളരെയധികം ജാഗ്രത പുലർത്തണം. കാരണം എന്തൊരു കാര്യത്തിന് ഇടപെട്ടാലും ശരി, അതിലൊരു പൊടുന്നനെയുള്ള ഒരു വിജയം പ്രാപ്തമാകില്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഉണ്ട്. അശ്വതി, ഭരണി നക്ഷത്രക്കാരുടേതായ മാതാപിതാക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്ന് ഹോസ്പിറ്റൽ ചിലവൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം, അതൊരല്പം പണച്ചിലവിനും ഒക്കെ ഇടയാക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്ത് മുന്നിലേക്ക് വരണമെന്നും കൂടി പറയുന്നു. ഒരു വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിച്ച് വീടിൻ്റെ പണിയൊക്കെ തുടങ്ങി വെച്ചിരുന്ന വ്യക്തികൾ ഇപ്പോൾ തന്നെ തുടങ്ങിയൊക്കെ വച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ശരി, വ്യാഴത്തിൻ്റെ മാറ്റം വന്നാലും നിങ്ങൾക്ക് അതിനെ പൂർത്തീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അതായത് 10-ാം മാസം വരെ ആ ഒരു തടസ്സങ്ങളൊക്കെ വന്നതും അതൊക്കെ തന്നെ താൽക്കാലികമായ തടസ്സങ്ങളാണ്. അതിനെ ഒരു അല്പം കൂടുതലായിട്ട് കടബാധ്യതകളിലേക്ക് ചെന്ന് ചാടാതിരിക്കാനാണ് ഞാൻ ഈ മുന്നറിയിപ്പൊക്കെ തരുന്നത്. തൊഴിൽ ചെയ്യുന്ന ഇടത്ത് വളരെയധികം ജാഗ്രത തന്നെ വേണം. അതായത് എടുത്തുചാട്ടം, എനിക്ക് ഈ കമ്പനി ഒന്നും ശരിയാകുന്നില്ല, ഞാൻ മറ്റേതെങ്കിലും കമ്പനിയിലേക്ക് പോകുന്നു എന്ന് തോന്നി ജോലിയൊക്കെ വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതൊക്കെ പരിപൂർണമായിട്ടും ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം തന്നെയുണ്ട്. അതുപോലെ തന്നെ വിദേശ രാജ്യത്ത് പോയി സെറ്റിൽഡ് ആവണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴുണ്ടാവും. അല്ലെങ്കിൽ അവിടെ പോയി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാം എന്ന ചിന്തയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെ തള്ളിവിടുന്ന, "നീ ഇവിടെ നിൽക്കണ്ട, പൊക്കോളൂ, പോയി അവിടെ പോയി രക്ഷപ്പെടാൻ നോക്ക്" എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം. പക്ഷേ അങ്ങനെ ഉന്തിത്തള്ളി വിട്ടാലും അവിടെ ചെന്നാലും ഇതിൻ്റെ 10 ഇരട്ടിയായിരിക്കും കഷ്ടതകളായിട്ട് വന്നു നിൽക്കുക. അതുകൊണ്ട് ആലോചിച്ച് ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കണം. വ്യാഴം പരിപൂർണമായ ബലത്തിലാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സമയം തൽക്കാലം മോശമാണ് എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ ഏതൊരു നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്നുവോ അതിൻ്റേതായ ഒരു ഇത് തന്നെയായിരിക്കും. അതാണ് തൊഴിൽപരമായ കാര്യങ്ങൾ ജാഗ്രത വേണമെന്ന് പറയുന്നത്. കാരണം ഡീഗ്രേഡ് ആവാനുള്ള സാധ്യതകൾ 100%. എടുത്തുചാട്ടം വേണ്ട. 10-ാം മാസം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ശരിയായ പാത തെളിയുകയും നിങ്ങളുടേതായ പാതകളിലേക്ക് 100% മനസ്സോടുകൂടി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വരികയും ചെയ്യും. അതാണ് എടുത്തു പറഞ്ഞു തന്ന ഒരു കാര്യം. അതുവരെ സമയോചിതമായി പ്രവർത്തിക്കുക. വീട്ടിലുള്ളവരോട് ദേഷ്യം കാട്ടാതിരിക്കുക. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലുള്ളവരോട് ദേഷ്യം കാട്ടാതിരിക്കുക. മനസ്സിനെ നല്ല രീതിയിൽ കട്ടായപ്പെടുത്തി വയ്ക്കുക. അതായത് നിങ്ങൾക്ക് അനുകൂലമാക്കി വയ്ക്കുക. പുറമേ സ്ട്രെസ്സ് കാട്ടി നിങ്ങൾക്ക് പിന്നെ ഉണ്ടാക്കി വയ്ക്കരുതെന്ന് ഞാൻ പറയുന്നു. 4 മാസക്കാലം മാത്രമായിരിക്കും അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവുക. ശേഷം നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സാഹചര്യം തന്നെയാണ്. 10-ാം മാസത്തിന് ശേഷം നിങ്ങൾക്ക് ഏതാണ്ട് ഫെബ്രുവരി മാസം വരെ ഒരല്പം നല്ലത് തന്നെയായിരിക്കും. അത് വേറെ ഒന്നും നോക്കാനൊന്നുമില്ല. ആ സമയം വളരെ നല്ലത് തന്നെയായിരിക്കും. പക്ഷേ ഫെബ്രുവരി മാസം 15 കഴിയുന്ന സമയത്ത് വീണ്ടും ഞാനീ പറഞ്ഞതുപോലെ ആദ്യത്തെ 4 മാസത്തിലുള്ള റണ്ണിങ് ആയിരിക്കും വരിക. അപ്പോൾ തന്നെ നിങ്ങൾ ജാഗ്രതാപൂർവ്വം തന്നെയാണ് എല്ലാ ഇടങ്ങളും കൈകാര്യം ചെയ്തു പോകേണ്ടത്. അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കൊരു നിലനിൽപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്ന് വ്യാഴം ബോധപൂർവ്വം തന്നെ ഇവിടെ പറയുന്നുണ്ട്. കാരണം അത് അതിൻ്റേതായ പ്രവർത്തനം കാഴ്ചവെക്കും. നിങ്ങൾക്ക് ശരിയായ ബുദ്ധി പ്രവർത്തിച്ച് മുന്നിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ നല്ല ഫലം ഉണ്ടാക്കാനും കഴിയുമെന്ന് പറയുന്നു. എടുത്തുചാട്ടം ആപത്ത് വരുത്തുമെന്ന മുന്നറിയിപ്പാണ് വ്യാഴം നൽകുന്നത്.
ശിവക്ഷേത്രത്തിൽ പോലുള്ള വഴിപാടുകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് 100% നല്ല രീതിയിലുള്ള ഒരു ഉയർച്ചയ്ക്ക് വഴികാട്ടിയായി ഇരിക്കും. അതായത് ശനിയുടേതായ ഒരു താക്കം ഇവിടെയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഡിസംബർ മാസത്തോടുകൂടി തന്നെ സർപ്പം രാഹു എന്ന ഗ്രഹത്തിൻ്റെതായ ആ ഒരു ഇടപെടലും കൂടി നിങ്ങളുടെ മീനം രാശിക്കുള്ളിലേക്ക് വരുന്നു. അപ്പോൾ അത് 12-ാം ഇടത്ത് വന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അനാവശ്യമായ ചിലവുകൾ, അനാവശ്യമായ ചിന്തകൾ ഒക്കെ വന്നെത്തി പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങൾ തരുമെന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും ഈ കാലഘട്ടങ്ങളെ അനുസരിച്ച് ദക്ഷിണാമൂർത്തി വഴിപാടൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. വ്യാഴത്തിന് നവഗ്രഹത്തിനായിട്ടുള്ള അർച്ചന പ്രാർത്ഥനകളൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. ശിവഭഗവാന്റേതായ പ്രാർത്ഥനകൾ വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ശാന്തമായ ഒരു മനസ്സിനെ പ്രദാനം ചെയ്യും.